പ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫാബ്രിക് പെയിന്റിൽ സെക്കൻഡ് വർക്കാണ് ചെയ്യാൻ പോകുന്നത്. ഡബിൾ ഷെയ്ഡ് എന്ന വർക്കാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇനി നമുക്ക് അത് പെയിന്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാൻ എടുത്തിരിക്കുന്ന കളർ വന്നിട്ട് വൈറ്റ് കളർ എടുത്തിട്ടുണ്ട്, പിന്നെ പിങ്ക്, പിന്നെ ആ ഒരു ഗ്രീൻ ഷെയ്ഡ് കൂടാണ് എടുത്തിരിക്കുന്നത്. ഈ 3 കളേഴ്സ് വെച്ചിട്ട് നമുക്ക് ഡബിൾ ഷെയ്ഡ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഡബിൾ ഷെയ്ഡ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബ്രഷ് ഞാൻ എടുത്തിരിക്കുന്നത് 2 ബ്രഷ് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്പർ 6 നമ്പർ 5 ബ്രഷാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ലൈറ്റ് ഷെയ്ഡ് എടുക്കുക. ലൈറ്റ് കളർ ആയിട്ടുള്ള നമ്മൾ ഈ വൈറ്റ് ഷെയ്ഡ് ആദ്യമായി അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഷേക്ക് ചെയ്തതിന് ശേഷം എടുക്കാതെ എനിക്ക് ഈ പെയിന്റിന് ക്യാപ്പിൽ തന്നെ ഉണ്ട്, ഞാൻ അത് തന്നെ ഇതിലേക്ക് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ലൈറ്റ് കോട്ടിങ് ആദ്യമേ കൊടുക്കുക. നമുക്ക് ആദ്യം തന്നെ കുറച്ച് വൈറ്റ് പെയിന്റ്, ഞാൻ വാട്ടറൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ആദ്യമേ നമുക്ക് കുറച്ച് വൈറ്റ് പെയിന്റ് ഇതേപോലെ ഈ ഒരു എഡ്ജിലായിട്ട് ഇതേപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക. കണ്ടോ? അതിന് ശേഷം നമുക്ക് ഡാർക്ക് ഷെയ്ഡാണ് ഈ കൊണ്ടുവരേണ്ടത്. ആദ്യമേ നമ്മൾ ലൈറ്റ് ഷെയ്ഡ് അടിച്ചു, അതിന് ശേഷം നമുക്ക് ഒരു ഡാർക്ക് ഷെയ്ഡ് അതിലേക്ക് കൊണ്ടുവരാം. ഞാനിപ്പോൾ വൈറ്റ് അല്ലേ അടിച്ചിട്ടുള്ളത്, എനിക്ക് ഡാർക്ക് ഷെയ്ഡായിട്ട് ഏത് നിറമുള്ളത് പിങ്ക് ആണുള്ളത് അല്ലേ. ഞാൻ പിങ്ക് ഷെയ്ഡ് എടുക്കുകയാണ് ചെയ്യുന്നത്. പിങ്ക് ഷെയ്ഡ് ആ ബ്രഷ് കൊണ്ട് തന്നെ എടുത്തിട്ടുണ്ട്. പിങ്ക് ഷെയ്ഡ് എടുത്തു, ആ ബ്രഷ് തന്നെ എടുത്തു, കുഴപ്പമില്ല കേട്ടോ. ആ പിങ്ക് ഞാൻ എടുത്തു. അതിന് ശേഷം ആ പിങ്ക് ഷെയ്ഡ് ഈ സൈഡിൽ നിന്നും ഒന്ന് ഡാർക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊടുക്കുക. ഈ സൈഡിൽ നിന്ന് അടുത്തത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഞാൻ ഇതുപോലെ എടുത്തിട്ട് അങ്ങനെ അവിടെ നിന്നും തന്നെ ഇങ്ങോട്ടേക്ക്, അതായത് വൈറ്റ് പെയിന്റിന്റെ അടുത്തോട്ട് കയറി പെയിന്റ് ചെയ്യുക. കണ്ടോ? അപ്പം നമ്മൾ ഡാർക്ക് ആയിട്ട് ചെയ്ത പോർഷൻ കുറച്ച് ആ ഒരു ഡാർക്ക് ഷെയ്ഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ഒരു വൈറ്റ് ആയിട്ട് എന്ന പോർഷൻ ഫുള്ള് ആ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലേക്ക് കയറി ആ ഒരു വൈറ്റിലേക്ക് ഇൻ ചെയ്യുന്നുണ്ട്. കണ്ടോ? ഇതേപോലെ നമുക്ക് ആ ഷെയ്ഡ് പ്രോപ്പർ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഷെയ്ഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇനി എടുക്കുന്നത് വൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതനുസരിച്ച് ബ്രഷ് ഒന്ന് നമ്മളൊന്ന് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുക. എന്നിട്ട് അടുത്ത് ചെയ്യാവുള്ളൂ. അല്ലാണെങ്കിൽ ഈ ഫുൾ ഈ ഒരു പിങ്കും ആ ഒരു ഡാർക്ക് പിങ്കും വൈറ്റും കൂടി മിക്സ് ആയിട്ടുള്ള ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ഫുൾ ഇവിടെ ആവും. ഈ ഒരു പ്രോപ്പർ ഈ ഒരു ഷെയ്ഡ് നമുക്ക് ഇവിടെ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ബ്രഷ് വാഷ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ചെയ്യാനായിട്ട് പറയുന്നത്. വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അതുപോലെ തന്നെ വീണ്ടും ചെയ്യാം. ആദ്യം വൈറ്റ് ഷെയ്ഡ് എടുക്കുക. ആ വൈറ്റ് പെയിന്റ് എടുത്തതിന് ശേഷം ജസ്റ്റ് ഈ ഒരു സൈഡിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. എഡ്ജിൽ മാത്രം കേട്ടോ, എഡ്ജിൽ മാത്രം ഇതുപോലെ കുറച്ച് പെയിന്റ് തങ്ങനെ ആക്കി കൊടുക്കുക. ഇത്രയും ഭാഗത്ത് മാത്രം മതി. കുറച്ച് വീതിയിൽ അതിരുന്നോട്ടെ. കണ്ടോ? വീതിയിലിരുന്നാലേ നമുക്ക് ആ ഒരു ഷെയ്ഡ് പ്രോപ്പർ കിട്ടത്തുള്ളൂ. അതേ ബ്രഷ് കൊണ്ട് തന്നെ കുറച്ച് പിങ്ക് ഷെയ്ഡ് എടുത്തു. പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് ഈ എഡ്ജിന് ഫുൾ പിങ്ക് ആയിരിക്കണം കൊടുക്കുന്നത്, അതായത് ഡാർക്ക് പിങ്ക് ഷെയ്ഡ് ആയിരിക്കണം കൊടുക്കുന്നത്. ഇതേപോലെ ഡാർക്ക് പിങ്ക് ഷെയ്ഡ് ഇവിടെ വരെ കൊടുത്തു. ഇനി അതിനെ ഷെയ്ഡ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരുവാണ് ചെയ്യേണ്ടത്. കണ്ടോ? ബ്രഷ് ഒന്ന് ചെരിച്ച് വെച്ചുകൊണ്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് ഇങ്ങോട്ടേക്ക് എടുക്കും. മുഴുവനും ചെയ്യേണ്ട, ഹാഫ് ആക്കി ചെയ്താൽ മതിയേ. കണ്ടോ? ആ ഒരു ഷെയ്ഡ് നമുക്ക് അങ്ങനെ തന്നെ കിട്ടും. കണ്ടോ? ഇതേപോലെ തന്നെ ബാക്കിയുള്ള പെറ്റൽസും ചെയ്താൽ മതി. ആ ഒരു ഡബിൾ ഷെയ്ഡ് നമുക്ക് അങ്ങനെ തന്നെ കിട്ടുന്നതായിരിക്കും. ഡബിൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഈ ഒരു സൈഡിൽ നിന്നും ചെയ്യണമെന്നൊന്നുമില്ല, നമുക്ക് മുകളിൽ നിന്നും താഴേക്കും ചെയ്ത് കൊടുക്കാം. അതായത് ഇപ്പോൾ മുകളിൽ നിന്നും ഫുള്ള് നമ്മൾ വൈറ്റാണ് ചെയ്യുന്നതെങ്കിൽ താഴെ നിന്ന് മുകളിലോട്ട് നമുക്ക് ഈ ഒരു ഡാർക്ക് കളർ കൊണ്ട് ഷെയ്ഡ് ചെയ്ത് അങ്ങനെ ഡബിൾ ഷെയ്ഡ് നമുക്ക് കൊണ്ടുവരാം. ഇപ്പോൾ ഒരു ലോട്ടസിന്റെ ഇതായതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നേ ഉള്ളൂ, സൈഡിൽ നിന്ന് എടുത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ നിന്ന് ചെയ്യാം. ഇവിടെ കിടക്കുന്ന ഈ ഒരു ലോട്ടസ് ഞാൻ മുകളിൽ നിന്ന് ചെയ്ത് കാണിക്കാം കേട്ടോ. നമുക്ക് വീണ്ടും ബ്രഷ് ഇതുപോലെ തന്നെ ഒന്ന് പെയിന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീണ്ടും അതുപോലെ തന്നെ ചെയ്യാം. വൈറ്റ് പെയിന്റ് എടുക്കുന്നു. അതിന് ശേഷം ഇവിടേക്ക് ഇതേപോലെ ഒന്ന് വൈറ്റ് കോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഇതേപോലെ കുറച്ച് ഒരു സ്ലാൻഡിങ് മെത്തേഡിൽ ഇങ്ങനെ ഒന്ന് ചെയ്യാം. കണ്ടോ? അതിനുശേഷം ഇതിലേക്ക് ആ ഒരു പിങ്ക് ഷെയ്ഡ് കുറച്ച് കൂടുതൽ എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നിന്ന് ഔട്ടർ ലൈൻ പോലെ ചെയ്ത് വരിക. അതിനങ്ങനെ തന്നെ വെച്ച് ബ്രഷ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് പോകുന്നത് അതിന് ഷെയ്ഡ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരുന്നു. വേറെ പിന്നെ നമ്മൾ കളറൊന്നും എടുക്കുന്നില്ല കേട്ടോ. അത് ജസ്റ്റ് ആ ബ്രഷ് കൊണ്ട് തന്നെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരുവാണ് ചെയ്യുന്നത്. കണ്ടോ? ആ 2 ഷെയ്ഡ് മിക്സ് ആയിട്ടുള്ള ഷെയ്ഡ് നമുക്ക് കിട്ടും. ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. നേരെ ഓപ്പോസിറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ വേണം ഡാർക്ക് കൊടുത്ത് ഇവിടെ ലൈറ്റ് കൊടുക്കാം. ആ പിക്ചറിനെ യോജിക്കുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുക. നമുക്ക് ഇങ്ങോട്ടേക്കും കൂടെ കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എനിക്ക് ഡാർക്ക് ഷെയ്ഡ് വേണം. ഇവിടെ ഓൾറെഡി ലൈറ്റ് ഷെയ്ഡല്ലേ കിടക്കുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങോട്ടേക്ക് ഡാർക്ക് ഷെയ്ഡ് വേണം. അപ്പോൾ ഞാൻ ഇവിടെ ഡാർക്ക് ഷെയ്ഡ് ഇവിടെ ലൈറ്റ് ഷെയ്ഡ് ആണ് കൊടുക്കുന്നത്. ഇതേപോലെ ഇങ്ങോട്ടേക്ക് ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ട് ഇവിടേക്ക് ഫുള്ള് ലൈറ്റ് ഷെയ്ഡ് കൊടുക്കും. ഇതുമായിട്ടൊന്ന് മാച്ച് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഷെയ്ഡ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ആ ഷെയ്ഡുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയിൽ കിട്ടുവേ. അതിന് ഇവിടെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരണം. കണ്ടോ? ഇങ്ങോട്ടേക്ക് വരും. ഇതേപോലെ തന്നെ ബാക്കിയുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം ഔട്ടർ ലൈൻ ചെയ്യാം. ഇവിടെ ഓൾറെഡി ഡ്രൈ ആയിട്ടുണ്ട്. ആ ഒരു പോർഷനാണ് ഞാൻ ചെയ്യുന്നത്. വെറ്റായിട്ടിരിക്കുന്ന പോർഷൻ കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്താൽ മതിയേ. ഇതിൽ ഒരു പിങ്ക് തീമിൽ ചെയ്തിരുന്നുണ്ട്. നമ്മൾ അതിലേക്ക് ബ്ലാക്ക് കളർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ബോറാണ്. അപ്പോൾ ഞാൻ ആ ഒരു പിങ്ക് ഷെയ്ഡ് തന്നെ അവിടെ ഒരു ഔട്ടർ ലൈനായിട്ട് കൊണ്ടുവരുവാണ്. എന്നാൽ ഔട്ടർ ലൈനായിട്ട് തോന്നാനും പാടില്ല, അതുമായിട്ട് മിക്സ് ആയി പോകാൻ വേണം. അതുകൊണ്ട് ഞാൻ ഇച്ചിരി സ്പ്രെഡ് ചെയ്തിട്ടാണ് ആ ഒരു ലൈൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതേപോലെ ഓരോ ലേയേഴ്സും കാണുന്ന രീതിയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് ഇങ്ങനെ ഡാർക്ക് ചെയ്ത് കൊടുക്കുക. ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ആ ലൈൻ അങ്ങനെ ജസ്റ്റ് കാണാത്ത രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അതായിട്ട് ലോട്ടസുമായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം. ഔട്ടർ ലൈൻ അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ഇതിനെ കാണിക്കണ്ട കേട്ടോ. അതൊരു പ്രത്യേക ഭംഗി തരുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യാൻ ശേഷം ചെയ്യാം, അല്ലാണ്ട് വെറ്റായിരിക്കുമ്പോഴും ചെയ്താൽ മതി, കുഴപ്പമില്ല. ആ ഷെയ്ഡിങ്ങും ഔട്ടർ ലൈനും ഒക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് ക്ലാസ്സുകളിൽ വരുന്നുണ്ട്. ഞാൻ കുറച്ച് പെയിന്റ് എടുക്കുക, എന്നിട്ട് അതൊക്കെ ഇതുപോലെ ഒന്ന് ലൈൻ ചെയ്ത് ഷെയ്ഡ് ചെയ്ത് പോലെ കൊടുക്കുക. ഇത് മിക്സ് ആയി വരുന്ന രീതിയിലുള്ള ഔട്ട്ലൈനാണ് കൊടുക്കുന്നത്. നമ്മൾ മുമ്പ് ചെയ്ത പോലെ
ലൈറ്റ് ആയിട്ടുള്ള ഔട്ട്ലൈൻ അല്ല കൊടുക്കുന്നത്, കുറച്ച് ഇതുമായിട്ട് മിക്സ് ആയി പോകുന്നതായതുകൊണ്ട് ആ ഒരു ഔട്ട്ലൈൻ ഇതിൽ കൊടുത്താൽ അത്ര ഹൈലൈറ്റ് ആയിട്ട് നമ്മുടെ ഓരോ ഫ്ലവറിനെ കാണാൻ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് രീതിയിൽ ഇതുമായിട്ട് മിക്സ് ചെയ്യുന്ന രീതിയിലുള്ള ഔട്ട്ലൈനാണ് കൊടുക്കുന്നത്, ആ രീതിയിലുള്ള ഔട്ട്ലൈൻ അല്ല കേട്ടോ. ആ ബ്രഷാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ആ ഒരു പോയിന്റ് ബ്രഷ് എടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇതുമായിട്ട് മിക്സ് ആകുന്ന രീതിയിലുള്ള ഔട്ട്ലൈൻ ആയതുകൊണ്ട് നമ്മൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൂടി വിടുന്നുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്യാം. ഇതൊരു ഡബിൾ ഷെയ്ഡായിട്ടാണ് ഈ ഒരു പെയിന്റിങ് സെഷൻ നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു തണ്ടിന്റെ ആ ഒരു പോർഷനിൽ നമുക്ക് കളർ കൊടുക്കാം. അപ്പോൾ അവിടെ ഞാൻ കൊടുക്കുന്നത് ഗ്രീൻ ഷെയ്ഡാണ് ഇവിടേക്ക് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ഗ്രീൻ ഷെയ്ഡ് നമുക്ക് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് ഞാൻ ഈ ഒരു തണ്ടുകൾക്കൊക്കെ കൊടുക്കുന്നത്. സാപ്ലിൻ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതും യെല്ലോയും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഡബിൾ ഷെയ്ഡ് ഇവിടെ കൊടുക്കാം. ഗ്രീൻ ഷെയ്ഡ് ലൈറ്റ് ആയിട്ട് കൊടുക്കുക. ഇതിന് ഔട്ടർ ലൈൻ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ ഹാഫ് ആക്കിയിട്ട് ഇങ്ങനെയാണ് കൊടുക്കുക. ഹാഫ് ഗ്രീൻ ഷെയ്ഡും, അതായത് താഴേന്ന് മുകളിലേക്ക് യെല്ലോയും മുകളിൽ നിന്ന് താഴേക്ക് ഗ്രീൻ ഷെയ്ഡുമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് താഴേന്ന് മുകളിലോട്ട് യെല്ലോ കൊടുക്കാം. അപ്പം ഈ ഒരു സെയിം ബ്രഷാണ് യൂസ് ചെയ്യണേ, വാഷ് ചെയ്യണമെന്നില്ല, ഓൾറെഡി മിക്സ് ചെയ്യേണ്ടതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ബ്രഷ് എടുത്തിട്ടുണ്ട്. താഴേന്ന് മുകളിലേക്ക് ഷെയ്ഡ് ചെയ്യുകയാണേ. ഇതേപോലെ ഷെയ്ഡ് ചെയ്യുന്ന ബ്രഷ് അങ്ങനെ താഴേക്ക് വന്ന് പിന്നെ മുകളിലേക്ക് ഇങ്ങനെ ഷെയ്ഡ് ചെയ്താൽ ഒന്നുകൂടി താഴേക്കും കൂടെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാം. അത് ഈവനായിട്ട് ഒരേ കളറായിട്ട് ഇരിക്കും. ഒരു ഡാർക്ക് ഷെയ്ഡ് ഒരു ലൈറ്റ് ഷെയ്ഡും കൂടെ ആയിട്ട് അവിടെ വരുന്നതായിരിക്കും. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഇത് ഞാൻ കൊടുക്കാൻ ചെയ്യാം. ഇതിന് ഷെയ്ഡ് ചെയ്തത് ആദ്യം നമുക്കൊരു ഗ്രീൻ ഷെയ്ഡ് കൊടുക്കുക. അതിനുശേഷം യെല്ലോ ഷെയ്ഡ് ഇങ്ങനെ ചെയ്തൊന്ന് ഷെയ്ഡ് ചെയ്യും, മിക്സ് ചെയ്ത് എന്നിട്ട് അതിനെ ഒന്ന് ഈവൺ ആക്കി കൊടുക്കുക. അവിടെ ഒരു ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു തണ്ടുകൾക്കൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ വലിയ ലോട്ടസ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ ബ്രഷ് നമ്പർ 6 ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രഷ് നമ്പർ 5 ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ചെയ്തപ്പോഴത്തേക്കും ഈ നമ്പർ 6 ആയിരുന്നു നേരത്തെ യൂസ് ചെയ്തത്. ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്പർ 5 ആണ്. അപ്പോൾ ചെറിയ പിക്ചേഴ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് നമ്പർ 5 ഒക്കെ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് തന്നെ നേരത്തെ നമ്മൾ കൊടുത്ത പോലെ തന്നെ ലൈറ്റ് കളർ ആദ്യം ഒന്ന് കൊടുക്കുക. അതായത് മുകളിൽ നിന്ന് താഴേക്ക് ഞാൻ കൊടുക്കുക. ഇതിന് ചെയ്ത പോലെ ഒരു 1 സൈഡ് കൊടുത്തതിന് ശേഷം വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഹാഫ് ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ആ ഒരു ബ്രഷിലെ പെയിൻറ്റ് കുറച്ചൊന്ന് മാറ്റിയതിന് ശേഷം ഈ പിങ്ക് ഷെയ്ഡ് ഞാൻ താഴേന്ന് മുകളിലോട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് വരുവാണ്. താഴേന്ന് മുകളിലേക്ക് പോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് വരിക. കുറച്ച് കൂടുതൽ ആ പെയിൻറ്റ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളത് ഫുള്ള് സ്പ്രെഡ് ചെയ്തെടുക്കണം. അതിലേക്ക് ഇങ്ങനെ മിക്സ് ആവാത്ത രീതിയിൽ കിടക്കാൻ പാടില്ല കേട്ടോ. ഇതേപോലെ താഴേന്ന് മുകളിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. ആ ഒരു ഡബിൾ ഷെയ്ഡ് ലൈറ്റ്, ആ ഒരു ഡാർക്ക് ലൈറ്റ്, ലോ ലൈറ്റ്, അങ്ങനെ നമുക്ക് ആ ഒരു ഷെയ്ഡ് നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. ഈ ഒരു രീതിയിൽ നമുക്ക് അവിടെ ആ ഒരു ഷെയ്ഡ് തന്നെ കിട്ടും. ഇതേപോലെ നമുക്ക് അടുത്തതും ചെയ്യാം. വൈറ്റ് ഒന്ന് അടിക്കണ്ടേ, വൈറ്റ് കോട്ട് ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ലെയർ ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് ക്യാപ്പ് ഇട്ടിട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് ഔട്ടർ ലൈന് വേണ്ടിയിട്ടുള്ള ക്യാപ്പിൻ്റെ ഒക്കെ മനസ്സിലാവും. നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ ചെയ്യണം ഔട്ടർ ലൈന് വേണ്ടിയിട്ടുള്ള ക്യാപ്പ് ഇതിനെ വിട്ടിട്ടില്ലാതെയാണ് ചെയ്തത്. ഫുൾ പെയിന്റ് അടിച്ചതിന് ശേഷം നമ്മൾ ഔട്ടർ ലൈൻ അല്ലാതെ നമ്മളിലേക്ക് വരച്ചെടുക്കുകയാണ് ചെയ്തത്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ടർ ലൈൻ ക്യാപ്പ് കൊടുത്തിട്ടുണ്ട് ചെയ്യും. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യുന്ന ഒരു ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതാ ഇതേപോലെ നമ്മൾ ഫസ്റ്റ് ഒന്ന് വൈറ്റ് കോട്ട് അടിക്കുന്നു. അപ്പോൾ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷമാണ് അടുത്ത പെക്കിൽ ഞാൻ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത്. ലൈറ്റ് ആയിട്ടൊന്ന് ഹാഫ് ഷെയ്ഡ് ചെയ്യുക. അതിനുശേഷം ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് താഴേന്ന് മുകളിലേക്ക് ഷെയ്ഡ് കൊടുക്കുക. താഴേന്ന് മുകളിലോട്ട് തന്നെ വേണമെന്നില്ല, ഡബിൾ ഷെയ്ഡ് കിട്ടാൻ എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്യാം. മുകളിൽ നിന്ന് താഴോട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. ആ ഒരു രണ്ട് ഷെയ്ഡുകൾ തമ്മിൽ കിട്ടുന്ന ഒരു ഷെയ്ഡായിട്ട് നമുക്ക് ഒരു ഡബിൾ ഷെയ്ഡ് തന്നെ കാണണം കേട്ടോ. ആ ലൈറ്റും ഡാർക്കും കൂടെ ഷെയ്ഡ് ചെയ്ത് അതൊന്ന് എടുത്ത് കാണിക്കുന്ന രീതിയിൽ വേണം ആ ഒരു ഷെയ്ഡിങ് കാര്യങ്ങൾ നമുക്ക് കിട്ടാൻ. ഞാൻ എടുത്തത് അതുപോലെ തന്നെ ആ ഒരു ലൈറ്റ് കളർ എടുത്തു. ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ലൈറ്റ് കളർ ഒന്ന് ഫുള്ളാക്കി ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം താഴെയുന്നതായിട്ട് പോലെ കൊടുക്കുന്നു. അത് ഓരോ പെറ്റൽസിനനുസരിച്ച് വേണം ഹാഫ് ആക്കിയും ഫുള്ളൊന്ന് ഡ്രോയിങ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പെറ്റൽസ് ചെറിയ പെറ്റലാണെങ്കിൽ ആ ലൈറ്റ് കളർ അടിക്കുന്നത് ഫുള്ളായിട്ട് അടിച്ചിട്ട് ചെയ്താൽ മതിയേ. ഇതേപോലെ കറക്റ്റ് ഒരു ഷേപ്പിലാക്കി നമുക്ക് ഇതേപോലെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അവിടെ ഗ്യാപ്പ് ഞാൻ വിട്ടിട്ടുണ്ട്. ആ ഗ്യാപ്പ് വേണം നമുക്ക് കളറിലേക്ക് ചെയ്ത് കഴിഞ്ഞാലും ലൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള നമുക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാം. നമ്മൾ ഫുള്ള് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ട ഔട്ടർ ലൈനാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് ഒരു ലോട്ടസ് തീമിൽ ഞാൻ ചെയ്യുന്നതുകൊണ്ട് സെയിം എല്ലാം ഒരേ കളറിലാണ് ഞാൻ ചെയ്ത് വരുന്നത്. അതായത് ഇതും പിങ്കും ആയിട്ടാണ് ചെയ്ത് വരുന്നത്. അപ്പോൾ അത് കാണാൻ ഒരു ഭംഗി വേണമെന്നുണ്ടെങ്കിൽ ആ ലോട്ടസിൻ്റെ എന്ന് പറയുമ്പോൾ ഒരു പിങ്ക് ഷെയ്ഡൊക്കെയല്ല വരുന്നത്. അപ്പം ഞാൻ അതിനനുസരിച്ച് ആ ഒരു ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണിത്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ രണ്ട് ലോട്ടസിനും കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഈ ഔട്ടർ ലൈൻ വരച്ചു കൊടുക്കുക എന്നുള്ളതാണ്. രണ്ട് രീതിയിൽ ഷെയ്ഡ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതൊരു സ്ലാൻഡിങ് മെത്തേഡിൽ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ചെയ്ത് വരുന്നതാണ് ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുമ്പോൾ പാൻ ഡൗൺ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. മുകളിൽ നിന്ന് താഴോട്ടായിട്ട് മിക്സ് ചെയ്ത് ഷെയ്ഡ് ചെയ്താണ് ഇപ്പോൾ കാണിച്ചിരുന്നത്. രണ്ട് രീതിയിൽ ആണ് കാണിച്ചു തന്നിട്ടുള്ളത്. ഞാൻ പോയിന്റ് ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഔട്ടർ ലൈൻ ചെയ്ത് കൊടുക്കാം. എനിക്ക് ഡാർക്ക് ഷെയ്ഡ് ഞാൻ ഇവിടെ കൊടുത്ത പോലെ തന്നെ ഡാർക്ക് ഷെയ്ഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഔട്ടർ ലൈൻ കൊടുക്കാം. അല്ലാണ്ട് ബ്ലാക്കോ അല്ലെങ്കിൽ വൈറ്റ് ആയാലും കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് കൊടുക്കുന്നത്. ഇതുമായിട്ടൊന്ന് ചേർന്ന് പോകുന്ന രീതിയിൽ ഇതിപ്പോൾ ഒരു തീമല്ലേ. അപ്പോൾ ആ ഒരു തീം വരുമ്പോൾ രണ്ടും ഒരേപോലത്തെ ഡിസൈൻ ആയിരിക്കണം, രണ്ടും ഒരേപോലത്തെ മോഡലായിരിക്കണം ആ ഒരു ഫ്ലവേഴ്സ് ഇരിക്കേണ്ടത്. അതിൻ്റെ കൊണ്ടാണ് ഞാൻ രണ്ടിനും ഒരേപോലെ ഔട്ടർ ലൈൻ ആയാലും ഫില്ലിംഗ് ആയാലും ആ ഷെയ്ഡ് ഒരേപോലത്തെ കളർ എടുത്തത് കേട്ടോ.
പിന്നെ അവിടെ ഗ്യാപ്പ് വിട്ടേക്കുന്നതിനനുസരിച്ചുള്ള രീതിയിൽ മാത്രമേ നമ്മൾ ഔട്ടർലൈൻ ചെയ്യുന്നുള്ളൂ. അതായത് നമ്മൾ ഫസ്റ്റ് ക്ലാസ് പഠിച്ച പോലെ ഔട്ടർലൈനാണ് ചെയ്യുന്നത്. അതായത് ചെറിയ രീതിയിലുള്ള ഔട്ടർലൈനാണ് ഇതിന് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് പെയിന്റ് മാത്രം എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. സെയിം കളർ ആയതുകൊണ്ട് പെട്ടെന്ന് ഔട്ടർലൈൻ കാണില്ല, എങ്കിലും ആ ഒരു പിക്ചറിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഔട്ടർലൈൻ ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ ഡിസൈനും തന്നെ ഔട്ടർലൈൻ ചെയ്യണമെന്നൊന്നുമില്ല. ചില പിക്ചേഴ്സിനൊക്കെ ഔട്ടർലൈൻ കൊടുത്തില്ലെങ്കിലും അതിനൊരു ഭംഗിയാണ്. ചില ഡിസൈൻ ഔട്ടർലൈൻ കൊടുക്കണം കേട്ടോ. ഇതേപോലെ ലൈറ്റ് ഇടണം, വരച്ചു കൊടുക്കുക. ഗ്യാപ്പ് ഇട്ടതിനനുസരിച്ച് നമ്മൾ ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പെറ്റൽസിനെ കാണിക്കണമെങ്കിൽ രണ്ടായിട്ട് തന്നെ ഔട്ടർ ലൈൻ ഇതുപോലെ കൊടുക്കണേ. ഫുള്ള് ഒന്ന് ഔട്ടർ ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ള ഔട്ടർ ലൈൻ മിക്സ് ചെയ്യുന്നില്ല, ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നില്ല. ഇത് ഓൾറെഡി മിക്സ് ചെയ്തിട്ട് കാണിച്ചത്, അതായത് ഷെയ്ഡുമായിട്ടൊന്ന് സ്മജ് ചെയ്താണ് ഞാൻ കൊടുത്തത്. ഇത് പക്ഷേ അങ്ങനെ കൊടുക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് ആ ഒരു തണ്ടിൻ്റെ പോർഷനൊക്കെ ചെയ്യാം. ഇത് ഞാൻ ഈ ലോട്ടസും കൂടെ ഒന്ന് ഈ ഒരു സെയിം കളർ ഫിൽ ചെയ്തിട്ട് കാണിച്ചു തരാതെ. ഇതാ നമ്മൾ അതും ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഗ്രീൻ എല്ലാം കൂടെ എടുത്ത് നമുക്ക് ഈ ഒരു തണ്ടിൻ്റെ പോർഷനും ആ ഒരു ലീഫിൻ്റെ പോർഷനൊക്കെ നമുക്കൊന്ന് ഒന്ന് കളർ ചെയ്തെടുക്കാവേ. കളർ എടുത്തിട്ടുണ്ട്, നമുക്കിനി ചെയ്ത് കൊടുക്കാം. ഞാൻ എടുത്തിരുന്ന പേജ് നമ്പർ വന്നിട്ട് 6 ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ചെയ്യുന്നത് നമുക്ക് ആദ്യമേ ഡാർക്ക് ഷെയ്ഡ് ആണ് ഞാൻ കൊടുക്കുന്നത്. ഇനീഷ്യൽ ലൈറ്റ് ഷെയ്ഡ് ഹാഫ് ആക്കി എടുത്തിട്ട് അതിന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമേ നമുക്ക് ഡാർക്ക് ഷെയ്ഡ് ആയിട്ടുള്ള ഗ്രീൻ കളർ എടുക്കുക. ഗ്രീൻ കളർ എടുത്ത് താഴെയാണ് വരുന്നത്. അപ്പോൾ താഴെ നിന്ന് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്തതുപോലെ കൊടുക്കുക. ഇത് എത്ര വീതിക്ക് നമുക്ക് വേണം അതിനനുസരിച്ച് ബ്രഷ് കൂടെ തന്നെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ തണ്ടിന് കൊടുക്കുമ്പോൾ ഞാൻ ഔട്ടർ ലൈൻ കൊടുക്കുന്നില്ല കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രീം എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഇങ്ങോട്ടേക്ക് ഇവിടെ വരെ ഹാഫ് ആക്കി ഇവിടെ വരെ ചെയ്യാം. ഇവിടെ വരെ ഞാൻ ഗ്രീൻ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിൽ നിന്ന് താഴോട്ടേക്ക് യെല്ലോ ഷെയ്ഡ്, അതായത് ലൈറ്റ് ഷെയ്ഡ് ഞാൻ കൊടുക്കുകയാണ്. മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇവിടുന്ന് വരുമ്പോൾ യെല്ലോ ഷെയ്ഡ് തൊട്ട് ഇതേപോലെ താഴേക്ക് കൊണ്ടുവരാം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് ഇങ്ങനെ കൊടുത്തതിന് ശേഷം അതിനെ മിക്സ് ചെയ്ത് താഴേക്ക് കൊണ്ട് വെയിലേക്ക് കൊണ്ടുപോകാം. ഇത് വെച്ച് അയക്കുന്ന സമയത്ത് വേണം ഈ ഷെയ്ഡിങ് ചെയ്യാനായിട്ട്, നല്ല ഡബിൾ ഷെയ്ഡ് കിട്ടുള്ളൂ കേട്ടോ. താഴെ വരെ കൊണ്ടുപോകാം, അതുപോലെ തന്നെ തിരിച്ച് മുകളിലേക്ക് നമുക്ക് ആ ഒരു ഷെയ്ഡിനെ ഇങ്ങനെ കൊണ്ടുവരാം. ഞാൻ ഇതിലും വാട്ടറൊന്നും യൂസ് ചെയ്യാതാണ് ഞാൻ പെയിന്റുകളെല്ലാം ഞാൻ ഇതിലേക്ക് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് കേട്ടോ. ഡാർക്ക് ലൈറ്റ് ലോ ലൈറ്റ് ആ ഒരു ഷെയ്ഡിനെ നമുക്ക് അങ്ങനെ തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ അടുത്തൊന്ന് ഞാൻ ചെയ്ത് കാണിക്കാവേ. ആദ്യമേ നമുക്ക് ചെയ്യേണ്ടത്, ആദ്യമേ നമുക്ക് ഡാർക്ക് ഷെയ്ഡ് ഒന്ന് ഹാഫ് ചെയ്ത് കൊടുക്കാം. ഡാർക്ക് ഷെയ്ഡ് ഒന്നിങ്ങനെ ഒന്ന് ഹാഫ് ചെയ്ത് കൊടുത്തിട്ട് അതിന് ശേഷം ഒരു ലൈറ്റ് കളറായിട്ടുള്ള നമ്മുടെ യെല്ലോ എണ്ണിരിക്കുന്നത് യെല്ലോ ഷെയ്ഡ് മുകളിൽ നിന്ന് താഴേക്ക്, അതായത് മുകളിൽ നിന്ന് താഴേക്ക് ഷെയ്ഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഡാർക്ക് കളർ ലൈറ്റ് കളർ വെച്ച് വേണം ഷെയ്ഡ് ചെയ്യാൻ. നല്ല കറക്റ്റ് ആ ഒരു ഷെയ്ഡിങ് മനസ്സിലാവുള്ളൂ, ആ ഒരു പിക്ചറിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കത്തുള്ളൂ കേട്ടോ. ഡാർക്ക് ഷെയ്ഡ് കൂടി വെച്ച് കഴിഞ്ഞാൽ ഷെയ്ഡ് എടുത്ത് കഴിഞ്ഞാൽ ഷെയ്ഡിങ് കറക്റ്റ് കാണില്ല, അത് ഒന്നും കൂടി ഒന്ന് ഡാർക്ക് ആയിട്ട് കാണിക്കത്തുള്ളൂ. ഷെയ്ഡ് അറിയണമെങ്കിൽ എപ്പോഴും ഒരു ലൈറ്റ് ഒരു ഡാർക്ക് ഷെയ്ഡ് എന്ന രീതിയിൽ വേണം എടുക്കാനായിട്ട്. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കണ്ടോ. ആ ഒരു ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ഇതുപോലെ തന്നെ ചെയ്യാം. ഇതൊക്കെ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇതിന് ഈ ഒരു ഇതിനെ ഷെയ്ഡ് ചെയ്യണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആദ്യമേ തന്നെ നമ്മൾ ഡാർക്ക് ഷെയ്ഡ് ഇവിടുന്ന് കൊടുക്കുന്നു. ഇതിപ്പോൾ 2 ലൈൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലേ. മുകളിൽ ഒരു ഡിസൈൻ ഉണ്ട്, താഴെ ഒരു ഡിസൈൻ ഉണ്ട്. അപ്പോൾ താഴത്തെ ഡിസൈൻ ഫസ്റ്റ് ഫോക്കസ് ചെയ്യുക. താഴത്തെ ഡിസൈനിൽ താഴെ നിന്ന് ഇങ്ങോട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ഒരു ഗ്രീൻ ഷെയ്ഡ് അതേപോലെ ആ ഒരു ഔട്ടർ പോർഷൻ്റെ അവിടെ കവർ ചെയ്യുന്ന രീതിയിൽ ഹാഫ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. അത് ഡ്രൈ ആവുന്നതിന് മുന്നായിട്ട് തന്നെ ലൈറ്റ് ഷെയ്ഡ് മുകളിൽ നിന്ന് താഴേക്ക് കൊടുക്കാം. മുകളിൽ നിന്ന് ജസ്റ്റ് ആ ഒരു ഡിസൈൻ അനുസരിച്ചായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഔട്ടർ ലൈൻ കൊടുത്തില്ല. നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പുറത്തോട്ട് പെയിൻറ്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒരു ബോർഡർ കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് വരാം. നമ്മുടെ വശത്തിനനുസരിച്ച് ഫ്രെയിം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഫ്രെയിം നമ്മുടെ വശത്തിനനുസരിച്ച് വെച്ച് വേണം ചെയ്യാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു ഡിസൈൻ നമുക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പാടായിരിക്കും. ഇതേപോലെ നന്നായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുക പിക്ചറിന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഭാഗങ്ങളിൽ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുന്നത് നല്ലതാണ്. ഈ ഒരു സൈഡ് ഞാൻ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്തൊന്ന് കൊടുക്കുവാണേ. ഈ ഒരു സൈഡിന് കൊടുത്തതിന് ശേഷം ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്തൊന്ന് മിക്സ് ആക്കി വിട്ടേക്കണം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അതിനെ കാണിക്കുക കണ്ടോ. ഈ ഒരു സൈഡ് കുറച്ച് ഗ്രീൻ ഷെയ്ഡും ഇവിടെ ഫുൾ ലൈറ്റ് ഷെയ്ഡും ആയിട്ട് കൊടുക്കാം. ബാക്കിയുള്ള ലൈറ്റ് ഷെയ്ഡ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു ഷെയ്ഡിങ് എല്ലാം അങ്ങനെ തന്നെ ചെയ്യുക. ഇവിടെ കുറച്ച് ഡാർക്ക് ഷെയ്ഡായിട്ട് ഇടാം. ഇനി നമുക്ക് മുകളിലേക്ക് ചെയ്യാം. മുകളിലേക്ക് ചെയ്യുമ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ഒരു ഗ്രീൻ ഷെയ്ഡിന്റെ ബോർഡർ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്നുവെച്ചാൽ അതും കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് പെയിന്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ബോർഡർ ജസ്റ്റ് ഒന്ന് വരച്ച് ഇടുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വേണം നമുക്ക് ഷെയ്ഡും കാര്യങ്ങളും ഇനിയുള്ളത് വരാനായിട്ട്. അപ്പം ഇവിടുന്ന് ഞാൻ ഹാഫ് ചെയ്യുകയാണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഹാഫ് ഗ്രീനും. നിങ്ങൾക്ക് നിങ്ങളുടെ പിക്ചർ അനുസരിച്ചായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഈ ഒരു പിക്ചർ ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ആ ഒരു പിക്ചറിൽ നിന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന രീതി ഞാൻ ഷെയ്ഡുകളിൽ മാറ്റം വരുത്തുന്നു. ചെയ്യുന്ന മെത്തേഡ് സെയിം ആണ് കേട്ടോ. ഇതേപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തപ്പോൾ ആ ഒരു കർവൊക്കെ അവിടെ കിടന്നൊക്കെ അതങ്ങനെ തന്നെ ഇരിക്കും. ആ ഒരു ഷെയ്ഡ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ പെയിന്റ് അവിടെ ഇങ്ങനെ കട്ട പിടിച്ചിങ്ങനെ നിൽക്കാത്ത രീതിയിൽ നന്നായിട്ട് അതിനൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തു വിടുക. നന്നായിട്ട് നീറ്റായിട്ട് തന്നെ അത് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഇതെല്ലാം നമുക്ക് ഷെയ്ഡ് ചെയ്ത് എടുക്കാവേ. നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഡബിൾ ഷെയ്ഡിന്റെ രീതിയിലാണ് നമ്മളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാവരും ചെയ്ത് നോക്കണേ.